സമരത്തിന്റെ പേരിൽ തൃശൂരിൽ പോലീസ് വഴിയടച്ചു കെട്ടിയത് 2 മണിക്കൂറിലധികം. കനത്ത മഴയിൽ കാൽനട പോലും സാധ്യമാകാതെ നട്ടം തിരിഞ്ഞ യാത്രക്കാർ. പോലീസ് നടപടിക്കെതിരെ വിമർശനം ശക്തം. AIYFന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചേറൂരിലുള്ള ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ പേരിലായിരുന്നു പോലീസിന്റെ വഴിതടയലും അടച്ചുകെട്ടലും. 11 മണിയോടെ പറഞ്ഞ മാർച്ച് മഴയും മറ്റും കാരണം വൈകിയാണ് തുടങ്ങിയത്. എന്നാൽ പ്രവർത്തകർ എത്തും മുൻപേ പോലീസ് ഈ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. പോരാത്തതിന് ക്യാമ്പ് ഓഫീസിന് സമീപം ബാരിക്കേഡുകൾ നിരത്തി പൂർണ്ണമായും റോഡ് അടച്ചും കെട്ടി. ഇതോടെ ചെമ്പൂക്കാവിൽ നിന്ന് രാമവർമ്മപുരത്തേക്കുള്ള പ്രധാന റോഡിലൂടെയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്തുള്ളവർക്ക് പോലും തൊട്ടടുത്ത ക്ലിനിക്കുകളിലേക്കോ വീടുകളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ നടന്നുപോലും പോകാൻ കഴിയാത്ത അവസ്ഥയായി. ശക്തമായ മഴയിൽ വാഹനങ്ങളിൽ സമീപത്ത് നിന്നെത്തിയ പലരും ഇടവഴിയിലൂടെ കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രയായത്. ഇതിനിടെ കാൽനടയാത്രക്കാരായ സ്ത്രീകൾ വടവും ബാരിക്കേഡും പോസ്റ്റുമെല്ലാം സൃഷ്ടിച്ച പ്രതിസന്ധിയെ ഏറെ പണിപ്പെട്ട് മറികടന്നാണ് മറുകരയെത്തിയത്. ഇടതടവില്ലാതെ ബസ്സുകൾ സർവീസ് നടത്തുന്ന റോഡ് മണിക്കൂറുകൾ കെട്ടിയടച്ചതോടെ ഈ വഴിയുള്ള യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടും ചില്ലറയല്ല. പാതി വഴിയിറങ്ങി വണ്ടി വിളിച്ചാൽ പോലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റാത്ത ഗതികേടിലായി പലരും. കോരിച്ചൊരിയുന്ന മഴയത്ത് തിരക്കേറിയ റോഡിൽ സമരക്കാർ എത്തും മുൻപേ ഇത്തരത്തിൽ മണിക്കൂറുകളോളം റോഡടച്ചു കെട്ടി സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ പോലീസിന്റെ നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. TCV തൃശൂർ.